ഇപ്പോൾ നേരത്തെ കോട്ടയത്ത് കണ്ട അപകടം അത് മണ്ണിടിഞ്ഞ് വീഴുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു ഈ പ്രദേശത്ത് ആ തരത്തിലേക്കൊന്നും പ്രതീക്ഷിക്കാത്തൊരു ഇടമാണ് എന്ന്. അതായത് ഈ മഴയുടെയും കാറ്റിൻ്റെയൊക്കെ ശക്തി അത്ര വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാകും പ്രകൃതിയിൽ നിന്നുണ്ടാവുക എന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്താണ് ഇത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലയിലേക്ക് നമുക്ക് എന്തെങ്കിലും പറയാൻ പോലും പറ്റുന്നൊരു സാഹചര്യമുണ്ടോ? അനുജ, നമ്മൾ ഈ ഘട്ടത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. നമ്മളൊരു പക്ഷേ വർഷങ്ങളായി സുരക്ഷിതമായി ജീവിക്കുന്ന പ്രദേശത്തായിരിക്കും നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. വലിയ പ്രളയങ്ങളും അപകടങ്ങളും സംഭവിച്ചപ്പോൾ പോലും സുരക്ഷിതമായി ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഉണ്ടാവുക. എന്നാൽ നമ്മൾ ഇപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 15% മഴ കുറവാണ് നമ്മുടെ ഈ ജൂൺ 1 മുതൽ ജൂലൈ വരെ ഉള്ള സമയത്ത് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഇന്ന് വരെയുള്ള ദിവസം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ പെയ്യുന്ന മഴ ഈ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് കൂടുതൽ ദിവസം പെയ്യേണ്ടുന്ന മഴയാണ് നമുക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മഴ ദിനങ്ങളായിട്ട് ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളും ഒരു മഴക്കാലത്തിൻ്റെ പ്രതീതി പോലും ഇല്ലാത്ത സാഹചര്യങ്ങളായിരുന്നു കുറേ ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് മഴ വരുന്നു, ഒരു 3-4 ദിവസം കൊണ്ട് നമുക്കൊരു 10 ദിവസം പെയ്യേണ്ടുന്ന മഴ ഒരുമിച്ച് പെയ്തു പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള തുടർച്ചയായ മഴയും വലിയ കാറ്റും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി നമുക്ക് പരിചയമില്ലാത്ത രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ അപകടങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു സീസണിൽ നമുക്ക് കുറച്ച് മഴ ലഭിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാകുമ്പോൾ വീണ്ടും നമ്മൾ ഒരു 1-2 ദിവസം മഴ പെയ്യുന്നു, വീണ്ടും മണ്ണെല്ലാം കുതിർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ അതിശക്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴ, ഈ മഴ തന്നെ നോക്കണം. നമ്മൾ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം പെയ്യുന്ന മഴയുടെ കണക്കനുസരിച്ചായിരിക്കും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ദിവസം പെയ്യേണ്ടുന്ന മഴ പെയ്തു തീരുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ അതിതീവ്രമായ മഴ പെയ്യുന്നു. അതുണ്ടാക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു പിന്നെ പ്രഷർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് പല അപകടങ്ങളായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത് ഒരു മൺതിട്ട അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും ഒരു അപകട സാധ്യതയുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മണ്ണിടിച്ചിൽ സാധ്യത പൊതുവെ തന്നെ നമുക്ക് അറിയാമല്ലോ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ചെരിഞ്ഞ പ്രദേശങ്ങൾ, മലയോര മേഖലയിലുള്ള പ്രദേശങ്ങൾ, ഇത്തരം സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നദിക്കരകൾ, ഇതെല്ലാം നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടറൊക്കെ സൂചിപ്പിച്ച പോലെ നദിക്കരകളിലുള്ള അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ, ഇത്തരം പ്രദേശങ്ങളിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുൻകാലങ്ങളിൽ നമുക്ക് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതി നമ്മളൊരു സുരക്ഷിതാ ബോധം ഉണ്ടാക്കേണ്ടതില്ല. മറിച്ച് കാലാവസ്ഥ മുന്നറിയിപ്പുകളെയും നിലവിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെയും വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ചില അപകടങ്ങൾ നമുക്ക് തടുക്കാൻ യാതൊരു തരത്തിലും സാധിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ കൃത്യമായി അതിനെക്കുറിച്ചൊരു ബോധവാന്മാരായിരിക്കുകയും തയ്യാറെടുപ്പുകൾ നടത്തി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ അപകട സാധ്യത, പ്രത്യേകിച്ച് പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലം, നദിക്കരയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ അങ്ങനെ ഒരു അപകട സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ, നമ്മുടെ വീട് ഇരിക്കുന്നതെങ്കിൽ, നമ്മൾ മുൻകാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ അവിടെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു പ്രിപ്പയർനെസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടുന്ന് മാറി താമസിക്കേണ്ട ഘട്ടമാണെങ്കിൽ മാറി താമസിക്കാൻ തന്നെ തയ്യാറാവണം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് അപകട സാധ്യത എന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ എങ്ങനെയാണെന്ന് മുൻകൂട്ടി തയ്യാറാക്കി വെക്കുകയും ചെയ്യണം. കാരണം ഈ അപകടങ്ങൾ പ്രവചനാതീതമാണ്. ചില പ്രശ്നങ്ങൾ നമുക്ക് പ്രവചനാതീതമാണ്, എന്നാലും നമുക്ക് മുന്നറിയിപ്പുകളുണ്ട്. ഈ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് പലരും പോയി അപകടത്തിൽ പെടുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പല ആളുകളും അപകടത്തിലേക്ക് അങ്ങോട്ട് പോയി എടുത്തു ചാടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് കൂടി പ്രിപ്പയർനെസ്സിന്റെ ഭാഗമായിട്ട് പൊതുജനങ്ങളുടെ ഭാഗത്ത് നമ്മൾ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ മഴ പെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്തേക്ക് മഴയുണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ജലാശയമായിരിക്കും, നമ്മൾ സ്വന്തമായി എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുന്ന കുളമോ പുഴയൊക്കെ ആയിരിക്കും. പക്ഷേ മറ്റൊരു ഏരിയയിലായിരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതോ, അല്ലെങ്കിൽ മലയോര മേഖലയിലോ അല്ലെങ്കിൽ വനപ്രദേശത്തോ ആയിരിക്കും മഴ പെയ്യുന്നുണ്ടാവുക. ആ വെള്ളം വലിയ ഒഴുക്ക് സൃഷ്ടിക്കുകയും ആ ഒഴുക്കിന്റെ ഭാഗമായിട്ട് ആളുകൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് പരിചിതമായ പുഴയാണ് എന്ന് കരുതി, നമുക്ക് നല്ല നീന്തൽ അറിയാമെന്നും കരുതി ഇത്തരം അപകടത്തിലേക്ക് എടുത്തു ചാടുന്ന സാഹചര്യം ഒഴിവാക്കണം. ഇത് 2 തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ഈ ആളുകൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ രക്ഷാപ്രവർത്തകരെ മുഴുവൻ നമുക്ക് അതിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും. നമ്മുടെ ചില അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹസികത കൊണ്ടോ മുഴുവൻ രക്ഷാപ്രവർത്തകരെയും അവിടെ കേന്ദ്രീകരിക്കുകയും അതേസമയം മറ്റൊരു സ്ഥലത്ത് ജനുവിനായിട്ടൊരു അപകടം സംഭവിക്കുകയും അവിടേക്ക് ഇവർക്ക് എത്തിപ്പെടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊതുജനങ്ങളോട്, ഇത് കേൾക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള സാഹസികതയുടെ ഭാഗമായോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായോ ഉള്ള അപകടങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് ഒഴിവാക്കുകയും ഈ ഒരു സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ
തീർച്ചയായിട്ടും തയ്യാറായി പ്രിപ്പയർഡായി നമ്മൾ ഇരിക്കുകയും മാറി താമസിക്കേണ്ട ഘട്ടമാണെങ്കിൽ മാറി താമസിക്കാൻ യാതൊരു വിമുഖതയും കാണിക്കാതെ തയ്യാറാവുകയും ചെയ്യണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.